ഇറങ്ങി വരണം സാർ. ആ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മനസ്സിൽ തന്തയ്ക്ക് വിളിച്ചോണ്ടുള്ള സല്യൂട്ട് അടിയേ ഫിലിപ്പോസ് കുറെ കണ്ടതാ. അതുകൊണ്ട് ഇനി ഞാൻ വരുമ്പോ ഈ വക ചവിട്ടും തൊഴിയൊന്നും വേണ്ട കേട്ടോ. ഏജൻസി പുതിയതായോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ ആവോ. സാർ, കോൺഫറൻസ് ഉള്ള ആളിലൊക്കെ റെഡിയാണ്. മീറ്റിങ്ങിനുള്ള സമയമായി. അവിടെ ഇരിക്കട്ടോ. അല്ലെങ്കിൽ യുവമാർക്കൊക്കെ എന്താ പണി? എന്റെ കാശിന്ന് മുടിപ്പിക്കലല്ലാതെ. അല്ലേ? പിന്നെ ഡോക്ടർ ശ്യാമൽ വിളിച്ചിരുന്നു. AKMG കോൺഫറൻസ് മറ്റന്നാൾ. മോർണിംഗ് സർ. ഓ മോർണിംഗ് മോർണിംഗ്. അയ്യോ ഇരുന്നാട്ട്, വെറുതെ ഇരുന്നാട്ട്. ആ പണി എന്തായാലും മുടക്കണ്ട. ഡോക്ടർ തരകൻ, ഡോക്ടർ ജേക്കബ് ഓസി, മാത്യു, എല്ലാ അമ്മമാരും ഉണ്ടല്ലോ. അപ്പോ തുടങ്ങാം. Sir, we will start with pediatric department. എന്തോ എങ്ങനെ? കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റിൽ തുടങ്ങാം. വേണ്ടി വരും സർ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഓ പറഞ്ഞു സർ, കഴിഞ്ഞ വർഷം ഇവിടെ കുട്ടികളുടെ വിഭാഗം 48 സർജറികൾ നടത്തി. ആ ഒരു വാചകം ഡോക്ടർ മാറ്റി പിടിക്കണം. കുട്ടികളുടെ വിഭാഗം കഴിഞ്ഞ വർഷം വെറും 48 ഓപ്പറേഷന് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലായോ? അങ്ങനെ പറയണം. താൻ അവിടെ ഇരിക്ക. സർ, ഈ ഇരിക്കണോട് ഒരു ഡോക്ടർ ഈ സിനിമയൊന്നും കാണിച്ച് എന്നെ മയക്കല്ലേ. അതങ്ങടച്ചു വെക്ക്. ഇതിനേക്കാൾ കൃത്യമായ കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണോ കൈമളെ? കഴിഞ്ഞ 2 വർഷത്തെ നഷ്ടം 3,87,303,300. കേട്ടല്ലോ. ഈ നഷ്ടം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് നികത്തി തരുമോ? ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും. ഈ TV-യിൽ ഡാൻസും പാട്ടും കളിക്കുന്ന പിള്ളേര് ടെൻഷൻ അടിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ. എന്താണ് എലിമിനേഷൻ റൗണ്ട്? ആ റൗണ്ടില്ല, നമ്മള് 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ ടാർഗറ്റ് തയ്ക്കാത്ത ഒരൊറ്റ എണ്ണം ഈ ആശുപത്രിയിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു ഉമ്മറാലിയുടെ തുക്കറ ക്ലിനിക്ക് പൊന്തിന്ന് വെച്ച് ഈ ഫിലിപ്പോസ് അങ്ങനെ ചുരുണ്ടു പോത്തൊന്നുമില്ല. വേണ്ട എന്താണെന്ന് എനിക്കറിയാം. പാടോ.